ട്രേഡിംഗ് വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന അറിവ് ലൈഫ് ലോങ് ഉപകാരപ്പെടും. ഒരു സംശയമില്ല, ലൈഫ് ലോങ് ഉപകാരപ്പെടാൻ പോകുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ട്രേഡിങ്ങിൽ മിക്കവാറും എല്ലാവരും പഠിച്ചു വെക്കുന്ന ആദ്യത്തെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ നിർബന്ധമായിട്ട് തിരുത്തിയിരിക്കേണ്ട, ഇല്ലെങ്കിൽ ഭാവിയിൽ ഒരുപാട് നഷ്ടം വന്നേക്കാം. അതായത് ഈ ഒരു മാർക്കറ്റ് ഒന്ന് കാണാം. ഞാൻ ഈ മാർക്ക് ചെയ്തത് നമ്മുടെ മാർക്കറ്റ് ആണെന്ന് കരുതുക. ഓക്കെ, നമ്മൾ മിക്കവാറും കേസിൽ നമ്മൾ എല്ലാവരും പഠിച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ അറിവ്, നമ്മുടെ മിസ്റ്റേക്ക് അല്ല, നമുക്ക് കിട്ടുന്ന അറിവുകൾ പലതും ക്യാൻഡിൽസ്റ്റിക് ബേസ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന പലതും ഇപ്പോ മാർക്കറ്റ് ഇങ്ങനെ വന്ന് ഈ ഒരു പോയിന്റ് നിന്ന് ഇതുപോലെ റിവേഴ്സ് ആയി എന്ന് കരുതുക. ഓക്കെ, ഇതുപോലെ റിവേഴ്സ് ആയി. നമ്മൾ എന്താ ഈ ക്യാൻഡിൽസ്റ്റിക് നോക്കി പഠിക്കുന്നത്? മാർക്കറ്റ് ഇവിടെ വന്ന് ഇങ്ങനെ റിവേഴ്സ് ആയി പോയത് കൊണ്ട് ഇതൊരു സപ്പോർട്ടാണ്, ഇവിടെ ബയ്യേഴ്സ് ഉണ്ട്, ഇങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത്. ഇത് ശരിക്കും ശരിയാണോ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് ശരിക്കും കറക്റ്റ് ആണോ? നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ബയ്യേഴ്സ് ഉണ്ട്, മാർക്കറ്റ് ഇനിയും ഇവിടെ നിന്ന് റിവേഴ്സ് ആകും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് മിസ്റ്റേക്ക് ആണ് ഇത്. അധികം ആരും ഇത് പറഞ്ഞു തരില്ല, ഫസ്റ്റ് മിസ്റ്റേക്ക് ആണ്. ഈ ഒരു ലോജിക്ക് കൊണ്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ നിൽക്കുന്നതെങ്കിൽ നമുക്ക് അധികം നാളും മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പറ്റുമെങ്കിൽ ശ്രമിച്ചു നോക്കിക്കോളൂ, സ്വന്തമായിട്ട് ശ്രമിച്ചു നോക്കിക്കോളൂ. പറ്റില്ല, കാരണം അത്ര ഈസി ആണ് മാർക്കറ്റ് എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ഇങ്ങനെയൊക്കെ ട്രേഡുകൾ എടുക്കാൻ എന്ത് സിമ്പിൾ ആയിരിക്കും. ദാറ്റ്സ് നോട്ട് ഹൗ മാർക്കറ്റ് വർക്ക്സ്. അങ്ങനെ അല്ല. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് എന്നതാണ് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത്, അതായത് നമ്മുടെ മാർക്കറ്റ് നമ്മൾ പലപ്പോഴും, ഞാൻ ഈ പറഞ്ഞ കേസിൽ പലരും ഇവിടേക്ക് വന്ന് ട്രേഡ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഇത് കണക്ക് പോകുമ്പോൾ നമ്മൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഓ നമ്മൾ ട്രേഡ് എടുത്തത് കൊണ്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, അല്ലായിരുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ചെയ്തേ. ഞാൻ ട്രേഡ് എടുക്കുമ്പോൾ മാത്രം മാർക്കറ്റ് എനിക്ക് അനുകൂലമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് ശരിക്കും അതിന്റെ പിന്നിലെ കാരണം എന്താണെന്നുള്ളത് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് തന്നെ നമ്മുടെ മാർക്കറ്റ് അപ്പ് പോകുന്നത് അല്ലെങ്കിൽ ഡൗൺ സൈഡ് പോകുന്നതിന് ഒരു കാരണമുണ്ട്. റീസൺ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് റിവേഴ്സ് ആവുമെന്ന് കരുതാം. റിവേഴ്സ് ആവണമെങ്കിൽ ഇവിടെ എന്തുണ്ടാവണം? ഇവിടെ ഈ ഒരു പോയിന്റിൽ ഫ്രഷ് ബൈയിങ് നടക്കണം. എന്താണ്? ഫ്രഷ് ബൈയിങ്. ഫ്രഷ് ബൈയിങ് നടക്കണം. ഫ്രഷ് ബൈയിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫ്രഷ് ബൈയിങ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു പോയിന്റിൽ വരുമ്പോൾ അവിടെ നിന്ന് പുതിയ ബൈ ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് മാർക്കറ്റ് അപ്സൈഡ് പോണത്. ഫ്രഷ് ബൈയിങ് ഇല്ലാതെ മാർക്കറ്റിന് അപ്സൈഡ് പോകാൻ പറ്റും. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ആദ്യം ഇത്രയും മനസ്സിലാക്കുക, മാർക്കറ്റ് ഒരു പോയിന്റ് നിന്ന് ഒരു സ്ട്രോങ് അപ്സൈഡ് മൂവ് വരണമെങ്കിൽ ഇവിടുന്ന് ഫ്രഷ് ബൈയിങ് വരണം. ഓക്കെ, രണ്ടാമത് മാർക്കറ്റ് ഇവിടെ നിന്ന് അപ്സൈഡ് പോകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ അപ്സൈഡ് പോകില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫ്രഷ് ബൈയിങ് ഇല്ലാതെ മാർക്കറ്റ് അപ്പ് പോകുമെന്ന്. അതെപ്പോഴാ ഫ്രഷ് ബൈയിങ് ഇല്ലാതെ പോകുന്നതെന്ന് വെച്ചാല്, മാർക്കറ്റ് ആൾറെഡി ഒരുപാട് ട്രേഡേഴ്സ്, സെൽ പൊസിഷൻ എടുത്ത ട്രേഡേഴ്സ് പൊസിഷൻ എക്സിറ്റ് ചെയ്യും. സെല്ല് എടുത്തവർ എങ്ങനെയാ പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്നത്? സെല്ല് ചെയ്തവര് അതിന്റെ ഓപ്പോസിറ്റ് പൊസിഷൻ, സെല്ലിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ബൈ. അപ്പൊ സെല്ല് എടുത്തവര് ബൈ ചെയ്യുമ്പോഴും, അതായത് സെല്ല് എടുത്തവര് അവരുടെ പൊസിഷൻ എങ്ങനെ എക്സിറ്റ് ചെയ്യുന്നത്? ബൈ എടുത്തുകൊണ്ട്. അപ്പോഴും അവിടെ ബൈ പൊസിഷൻ ക്രിയേറ്റ് ആവുന്നില്ലേ? ആ സമയത്ത് മാർക്കറ്റ് ഇതുപോലെ അപ്പ് പോകും. അപ്പോ ഇത് ക്യാൻഡിൽ നോക്കിയാല് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റില്ല? ഈ പോകുന്നത് ഫ്രഷ് ബൈയിങ് ആണോ അതോ ആൾറെഡി സെല്ലേഴ്സ് പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്ന ബൈയിങ് ആണോ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. രണ്ട് ടൈപ്പ് ബൈയിങ് ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കില്ല. ഇത് ക്യാൻഡിൽ നോക്കിയാൽ മനസ്സിലാവില്ല. രണ്ട് ടൈപ്പ് ബൈയിങ് ഉണ്ട്. എന്താണ്? അതായത് ഫ്രഷ് ബൈയിങ്, അതായത് ഇവിടെ വരുന്ന സമയത്ത് പുതിയതായിട്ട് ബൈയേഴ്സ് വരുന്നു, മാർക്കറ്റിൽ പൊസിഷൻ എടുക്കുന്നു. അതല്ലാതെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? മാർക്കറ്റ് ഇവിടെ വരുമ്പോൾ ഇവിടെ ഈ ഒരു ഡൗൺ സൈഡിൽ സെല്ല് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അവരവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോഴും മാർക്കറ്റ് അപ്പ് പോകും. നമ്മൾ ഇത് രണ്ടും തിരിച്ചറിയാൻ പഠിക്കണം. ഇതിൽ ഏതാണ് ഫ്രഷ് ബൈയിങ് എന്നുള്ളതും ഏതാണ് അവർ പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്ന ആ ഒരു ബൈയിങ് എന്നുള്ളതും, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഷോർട്ട് കവറിങ് എന്ന് പറയും. ഇത് രണ്ടും വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റില് നമ്മൾ വലിയ ലോസുകൾ ഭാവിയിൽ ഉണ്ടാക്കിയേക്കാം. ദയവ് ചെയ്ത് അത്തരത്തിലുള്ള വലിയ ലോസുകളിലേക്ക് പോകരുത്. മാർക്കറ്റിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ എങ്ങനെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? അപ്പൊ ആദ്യത്തെ ഞാൻ ഒരു പറഞ്ഞ കാര്യം, 2 പോയിന്റ് മനസ്സിൽ വെച്ചേക്കാം. 2 രീതിയിൽ മാർക്കറ്റ് അപ്പ് പോകും. ഫ്രഷ് ബൈയിങ്ങിലൂടെയും പോകും, അതല്ലാതെ ആൾറെഡി സെല്ലേഴ്സ് എക്സിറ്റ് ചെയ്യുമ്പോൾ അവർ ബൈ പൊസിഷൻ എടുക്കുന്നത്, കൗണ്ടർ പൊസിഷൻ എടുക്കുന്നത്, അതിലൂടെ മാർക്കറ്റ് പോകും.
അപ്പോൾ ഫ്രഷ് ബൈയിങ് ആണോ അല്ലയോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം? ഫ്രഷ് ബൈയിങ് എന്ന് പറയുമ്പോൾ ഫ്രഷ് ബൈയിങ് മാത്രമല്ല കേട്ടോ, ഫ്രഷ് സെല്ലിങ്ങും ഉണ്ട്. ഓക്കെ, ഇപ്പൊ തൽക്കാലം നമുക്ക് ഈ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു മൂവ് നടക്കുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് ശ്രദ്ധിച്ചു കേട്ടോളാം. ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു. സ്റ്റെപ്പ് നമ്പർ 2, ഒരു മൂവ് നടക്കുമ്പോൾ, അതായത് അത് ഡൗൺ സൈഡ് ആയിക്കോട്ടെ, അതല്ല എന്നുണ്ടെങ്കിൽ അപ്പ് സൈഡ് ആയിക്കോട്ടെ, ഒരു മൂവ് നടക്കുമ്പോൾ അത് ഫ്രഷ് ഓർഡേഴ്സ് ആണോ മാർക്കറ്റിലേക്ക് വരുന്നതെന്നാണ് ആദ്യം നോക്കേണ്ടത്. എന്നതാണ്? ഫ്രഷ് ഓർഡേഴ്സ് ആണോ മാർക്കറ്റിലേക്ക് വരുന്നത്? ഇതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇതൊരു ഡൗൺ മൂവ് ആണ്, ഇതൊരു അപ്പ് മൂവ് ആണ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് ഫ്രഷ് ഓർഡേഴ്സ് ആണോ എന്നത് ചെക്ക് ചെയ്യുന്നത്? അതിനായിട്ട് ഞാനിപ്പോ ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യട്ടെ. ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ചാർട്ടിലേക്ക് ശരിക്കുള്ള മാർക്കറ്റിൽ എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഞാൻ പറയുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് കമന്റിൽ പറയുക. കമന്റിൽ പറയുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവും. ഓക്കെ, അല്ല ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പറയുക. ഓക്കെ, ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് കണ്ടോ, ഞാൻ ഇവിടെ താഴെ ഒരു ടൂൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ടൂളിന്റെ അതേ പേരെല്ലാം ഇവിടെ കാണാം. ഇത് ഒട്ടുമിക്ക എല്ലാ ബ്രോക്കേഴ്സിലും അവൈലബിൾ ആണ്. ഇത് എങ്ങനെ പ്രോപ്പർ, ഞാൻ ഇതിനെക്കുറിച്ച് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളാം. ഓക്കെ, ഇൻഡിക്കേറ്ററിന്റെ പേര് കാണിച്ചു. ബ്രോക്കേഴ്സിൽ, ട്രേഡിംഗ് വ്യൂവിൽ അവൈലബിൾ അല്ല, ബ്രോക്കേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ട്രേഡിംഗ് വ്യൂവിൽ ആ ഒരു ഓപ്പൺ ഡ്രസ് വരുന്ന ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യരുത്, അതല്ല. ഇത് ബ്രോക്കേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ആണ് ഓപ്പൺ ഡ്രസ് എന്ന് പറയുന്ന ഈ ഒരു ലൈൻ ചാർട്ട്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നത് എന്നോട് ശ്രദ്ധിച്ചോളാം. ഇവിടെ മാർക്കറ്റ് ഡൗൺ വന്നേക്കുന്ന എല്ലാവരും കണ്ടോ? അതായത് ഈ ഒരു മാർക്കറ്റ് കണ്ടോ? ഈ മാർക്കറ്റ് എന്ത് ചെയ്തേക്കാണ്? ഫോളോ ആയേക്കാണ് അല്ലെ? ഈ മാർക്കറ്റ് ഫോളോ ആയേക്കാണ്. ഈ ഫോളോ ചെയ്തിരിക്കുന്ന ഈ ഒരു മാർക്കറ്റ് ഇതേ സമയത്ത് നമ്മുടെ ബിഗ് പ്ലേസിന്റെ പൊസിഷൻ നോക്കാം. ബിഗ് പ്ലേസിന്റെ പൊസിഷൻ എന്താണ്? ബിഗ് പ്ലേസിന്റെ പൊസിഷൻ എന്ത് ചെയ്തേക്കാണ്? അപ്സൈഡ് പോയേക്കാണ്, മുകളിലോട്ട് പോയേക്കാണ്. കണ്ടോ, അവരുടെ പൊസിഷൻ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. എന്നതാണ്? അവരുടെ പൊസിഷൻ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവരുടെ പൊസിഷൻ ഇൻക്രീസ് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാല് ഇവിടെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്രഷ് പൊസിഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രഷ് പൊസിഷൻ ആണ് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. അവര് ഫ്രഷ് സെല്ലിങ്, ഫ്രഷ് ബൈയിങ് പോലെ തന്നെ ഫ്രഷ് സെല്ലിങ്ങും ഉണ്ട്. അതിന്റെ ഉള്ളിലേക്ക് പിന്നെ പോയിട്ട് ഡൗട്ട് ആകരുത്, രണ്ട് രീതിയിലുള്ള ബൈയിങ് സെല്ലിംഗ് ഉണ്ട്. ഫ്രഷ് ബൈയിങ് ഉണ്ട്, ഫ്രഷ് സെല്ലിങ്ങും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ഇതൊരു ഫ്രഷ് സെല്ലിംഗ് തന്നെയാണോ? അതിന് എങ്ങനെയാ നോക്കേണ്ടത്? താഴെ നോക്കുമ്പോ ഇവിടെ നോക്കുമ്പോ ഇവിടെ അവരുടെ പൊസിഷൻ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണോ എന്നത് നോക്കണം. അപ്പൊ നോക്കുമ്പോ ആണ്, പൊസിഷൻ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് എന്നതാണ്? ഇതൊരു ഫ്രഷ് സെല്ലിംഗ് ആണ്. ഫ്രഷ് സെല്ലിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാല് ഇവിടെ ബിഗ് പ്ലേയേഴ്സ് മാർക്കറ്റില് സെൽ പൊസിഷൻ ആണ് എടുത്തിട്ടുള്ളത്. സോ അവരുടെ ഈ ലെവൽസ് സ്ട്രോങ്ങർ ആണ്. ഈ ഒരു ലെവല് മാർക്കറ്റ് രണ്ടാമതായിട്ടൊന്ന് റിയാക്ട് ചെയ്യുന്നുണ്ടോ? ഇത് എൻട്രി എക്സിറ്റ് ആയിട്ട് എടുക്കരുത്. ഇത് മാർക്കറ്റിന്റെ ഫണ്ടമെന്റലി ഞാൻ മനസ്സിലാക്കി തരികയാണ്. ഓക്കെ, ശ്രദ്ധിച്ച് കാണുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രഷ് ബൈയിങ്ങും ഫ്രഷ് സെല്ലിങ്ങും പോലെ തന്നെ അല്ലാതെയും ഉണ്ടെന്ന് പറഞ്ഞു. അടുത്ത ഈ ഒരു ബൈയിങ് ഉണ്ടോ? മാർക്കറ്റിൽ ഇവിടെ ഒരു അപ്സൈഡ് പോയിരിക്കുന്നുണ്ടോ? ഈ അപ്സൈഡ് ഫ്രഷ് ബൈയിങ് ആണോ എന്ന് എങ്ങനെ അറിയാം? നമ്മൾ തൊട്ട് താഴെ, തൊട്ട് ബിലോ ഇവിടെ നോക്കി, ഇവിടെ അവരുടെ പൊസിഷൻ എന്താ ചെയ്തേക്കുക? നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് അപ്സൈഡ് പോയി, അവരുടെ പൊസിഷൻ ഡിക്രീസ് ചെയ്തിരിക്കുകയാണ്, കുറഞ്ഞിരിക്കുകയാണ്. അതായത് മാർക്കറ്റ് അപ്പ് പോയപ്പോ അവരുടെ പൊസിഷൻ ഫോൾ ആണ്. അതായത് അവര് പൊസിഷൻ എടുക്കുന്നില്ല. നോക്കി, മാർക്കറ്റ് ഈ ഒരു മാർക്കറ്റ് പെട്ടെന്ന് അപ്സൈഡ് ഷൂട്ടപ്പ് ചെയ്തുണ്ടോ? അതേ സമയത്ത് അവിടെ നിന്ന് അവരുടെ പൊസിഷൻ എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരികയാണ്. ദാറ്റ് മീൻസ് ഇതൊരു ഫ്രഷ് ബൈയിങ് അല്ല. ഈ കാണുന്നത് ഒരു ഫ്രഷ് ബൈയിങ് അല്ല നമ്മൾ കാണുന്നത്. അതെന്താണ്? ഇവിടെ ഈ സെല്ല് എടുത്തില്ലേ, അവർ എക്സിറ്റ് ചെയ്തതാണ്. നമ്മൾ ക്യാൻഡിൽ നോക്കുമ്പോ ഇതെല്ലാം മാറ്റിയിട്ട് ക്യാൻഡിൽ നോക്കുമ്പോ നമ്മൾ നോക്കുമ്പോ അത് ഇവിടെ ബയ്യേഴ്സ് ഉണ്ട് ഇവിടെ എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ശരിക്കും ഇതെന്താണ്? ഇത് ഫ്രഷ് ബൈയിങ് അല്ല വന്നിരിക്കുന്നത്. കണ്ടോ, ഇവിടെ പെട്ടെന്നൊരു ഡ്രോപ്പ് കണ്ടോ അവരുടെ പൊസിഷനിൽ? ഇവിടെയുള്ള ഡ്രോപ്പ് കണ്ടോ? ഷാർപ്പ് ഡ്രോപ്പ് നമുക്ക് കാണാവുന്നതാണ്. അപ്പോ നമ്മൾ ഇവിടെ പോയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ബൈക്ക് ചെന്നാൽ ഇതൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കണ്ടോ പിന്നെ ഒരു വലിയ മൂവ്മെന്റ് വന്നിട്ടില്ല. പക്ഷെ ഫ്രഷ് സെല്ലിംഗ് വന്നുള്ളിടത്തുനിന്ന് ഇതൊരു ഫ്രഷ് സെല്ലിംഗ് ആയിരുന്നു. ഈ ഒരു സെല്ല് നമ്മൾ നോക്കിയതാണ്. അവിടെ നിന്ന് ഒരു ഷാർപ്പ് ഫോളാ.
പക്ഷെ ഇവിടെ കണ്ടോ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റും പിന്നെ അവിടെ നിന്ന് ചുമ്മാ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയേക്കാം. ഇവിടെ നിന്ന് വലിയൊരു മൂവ്മെന്റ് ഒന്നും മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. ഇത് എൻട്രി എക്സിറ്റ് ഡേറ്റ ഒന്നുമല്ല, ഇത് ഒരു ഫണ്ടമെന്റൽ, ഇത് അറിഞ്ഞിരിക്കണം. ട്രേഡ് ചെയ്യുന്നവര് ഇത് ആരും പറഞ്ഞു തരണമെന്നില്ല. അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ വളരെ കുറച്ച് പേരായിരിക്കും കാണുന്നത്, അധികം ആൾക്കാരിലേക്കൊന്നും ഇത് വീഡിയോ എത്തണമെന്നില്ല. അപ്പോൾ വളരെ കുറച്ച് പേര് കാണുന്നവരെങ്കിലും ഇത് മനസ്സിലാക്കാം. ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഒരു 1000 പേരായിരിക്കും ഇത് കാണുന്നത്. 1000 പേരെങ്കിലും ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് മനസ്സിലാക്കാം. ഇതിന് പിന്നിൽ ഇങ്ങനെ കാരണമുണ്ട്, ഇത് അധികം ആരും പറഞ്ഞു തരില്ല. ഇത് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അധികം ആരും ഈ കേസസ് പറയത്തില്ല, കുറവായിരിക്കും. നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ തന്നെ കുറവായിരിക്കും. വീഡിയോസ് ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല, പക്ഷെ വളരെ കുറവായിരിക്കും. എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ക്യാൻഡലിൽ മാത്രമായിരിക്കും. കാരണം അത് പറയാൻ എളുപ്പമാണ്, പറഞ്ഞു തരാൻ. കാരണം ക്യാൻഡിൽ ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണ്, ഇവിടെ ഇതുണ്ട്, ഇവിടെ നിന്ന് വായിച്ചാൽ നമ്മൾ പെട്ടെന്ന് കാണുകയല്ലേ, ഇങ്ങനെ നോക്കുമ്പോൾ വിഷ്വലി ഉള്ളത് കൊണ്ട് എളുപ്പമാണ്. അപ്പൊ നമ്മളെല്ലാം അതിൽ ഫോക്കസ് ചെയ്യും. ശരിക്കും മാർക്കറ്റ് ക്യാൻഡിൽ ബേസ്ഡ് അല്ല റണ്ണിങ്. ഞാൻ പറയുന്നു, ബിഗ് പ്ലേയേഴ്സ് ഒരിക്കലും ക്യാൻഡിൽ നോക്കിയിട്ടല്ല ട്രേഡിംഗ് പൊസിഷൻസ് എടുക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതില് ഇത് ഓർക്കുക, ഇതൊരു കാൽക്കുലേറ്റഡ് പൊസിഷൻ. നമുക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ ആണിത്. ഈ ബിലോ കാണുന്നത് എക്സ്ചേഞ്ചിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയാണ്. അത് എങ്ങനെ റീഡ് ചെയ്യണമെന്ന് ഒരൊറ്റ വീഡിയോ കൊണ്ട് കംപ്ലീറ്റ് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി കളയാം എന്നുള്ളൊരു വ്യാമോഹമൊന്നും എനിക്കില്ല. പക്ഷെ കുറേശ്ശായിട്ട് വീഡിയോ ചെയ്ത് പയ്യെങ്കിലും കുറച്ച് പേർക്കെങ്കിലും അത് മനസ്സിലാക്കി തരാൻ പറ്റും എന്നെനിക്കൊരു വിശ്വാസമുണ്ട്. അതിന് പുറത്താണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയെങ്കിലും മനസ്സിലായി തുടങ്ങുന്നെങ്കിൽ ഞാൻ കൂടുതൽ വീഡിയോ ചെയ്യാം. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ ഇത് എങ്ങനെയാണ് പ്രോപ്പർ അനലൈസ് ചെയ്യുന്നത് എന്നുള്ളത് കൂടുതൽ വീഡിയോസ് ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അത് എത്രത്തോളം കമന്റ് ഉണ്ട്, എത്രത്തോളം ലൈക്സ് ഉണ്ട്, അതനുസരിച്ചിട്ട്. കാരണം ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഒരുപാട് ട്രേഡേഴ്സിന്, ഞാൻ ഉദ്ദേശിക്കുന്ന ട്രേഡേഴ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലാണ് ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത്. ട്രേഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് ഞാൻ കൂടുതൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും, അത് പറയുന്ന അനുസരിച്ച് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ കണ്ടോ, എങ്ങനെയാണ് ഒരു ഷോർട്ട് ബിൽഡപ്പ് ഉള്ള ഏരിയ വർക്ക് ചെയ്തതെന്നും അതില്ലാത്ത ഫ്രഷ് ബൈയിങ് അല്ലാത്ത ഏരിയ എത്ര വീക്ക് ആണെന്നുള്ളത് നമ്മൾ കണ്ടോ. നമുക്ക് പിന്നെയും മാർക്കറ്റുകൾ നോക്കാം. ഇതല്ലാതെ ഇപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള മാർക്കറ്റുകൾ ഇവിടെയൊക്കെ പല മാർക്കറ്റുകൾ നമുക്ക് നോക്കുന്ന സമയത്ത് പലയിടത്തും കാണാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ മാർക്കറ്റ് ഷൂട്ടപ്പ് ചെയ്യുന്നുണ്ടോ? ഈ ഒരു മാർക്കറ്റ് ഒന്ന് നോക്കി, ഇവിടെ നമ്മുടെ മാർക്കറ്റ് കണ്ടോ, ഇവിടെ ഷൂട്ടപ്പ് ചെയ്ത് അപ്സൈഡിലേക്ക് പോയേക്കാണ്. ഇത് നോക്കി, ഈ മാർക്കറ്റ് പെട്ടെന്ന് അപ്സൈഡ് പോയേക്കാ. പക്ഷേ ഈ അപ്സൈഡ് പോയതില് ഇവിടെ ബിഗ് പ്ലേസ് പൊസിഷൻ ആഡ് ചെയ്തിട്ടുണ്ടോ നോക്കി, ഒരു പൊസിഷനും ആഡ് ഇല്ല. ഇവിടെ പൊസിഷൻ ആഡ് ചെയ്തിട്ടില്ല. നോക്കി, ഇത് ഫ്രഷ് ബൈയിങ് അല്ല. ഈ കാണുന്നത് ഫ്രഷ് ബൈയിങ് അല്ല. ഈ അപ്സൈഡ് ഫ്രഷ് ബൈയിങ് അല്ല. ഇവിടെ നോക്ക്, ഞാൻ എന്നതാ പറയുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എനിക്ക് അറിയില്ല. ഇവിടെ നോക്കി, ഇവരെ പൊസിഷൻ കണ്ടോ, ഡൗൺ ആണ്. ഈ ഒരു ബോക്സ് കണ്ടേ, അതേ സമയത്താണ് മാർക്കറ്റ് അപ്പ് പോണത്. അതായത് ഇത് ഫ്രഷ് ബൈയിങ് അല്ല. ഫ്രഷ് ബൈയിങ് അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ പോയിട്ട് ആ സപ്പോർട്ടിൽ കണ്ടോ, ആ സപ്പോർട്ടിൽ മാർക്കറ്റ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ക്യാൻഡിൽ മാത്രം നോക്കി പഠിക്കുന്ന ഒരാള് മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? മാർക്കറ്റ് ഇവിടെ വന്നു, ഇവിടെ നിന്ന് ഇതേപോലെ അപ്സൈഡ് പോയി, അപ്പൊ ഇവിടെ ബയ്യേഴ്സ് ഉണ്ട്, അപ്പൊ മാർക്കറ്റ് ഇവിടെ വരുമ്പോൾ ഇനിയും റിവേഴ്സ് ചെയ്യാം എന്നൊക്കെ അനലൈസ് ചെയ്യും. പക്ഷെ ഇവിടെ നോക്കിയപ്പോൾ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴോട്ട് പോയി, ഡൗൺ സൈഡ് പോയിക്കണം. അപ്പൊ അദ്ദേഹം മാർക്കറ്റിനെ പഴിക്കും. എന്ത് പറയും? ഓക്കെ, മാർക്കറ്റ് ഞാൻ മുൻപ് ഒരിക്കലും ഇങ്ങനെ പോയിരുന്നു, ഇന്ന് എന്താ പോവാത്തത്? കാരണം അദ്ദേഹത്തിന് അറിയില്ല ഇത് ഫ്രഷ് ബൈയിങ് അല്ലെന്ന്. അത് അദ്ദേഹത്തിന്റെ തെറ്റല്ല, അദ്ദേഹത്തിന് അതാരും പറഞ്ഞു കൊടുത്തിട്ടില്ല, അദ്ദേഹത്തിന് ആ കാര്യം മനസ്സിലായിട്ടില്ല. അപ്പോൾ നമുക്ക് ആ കാര്യം അറിയാത്തതുകൊണ്ട് നമ്മളെല്ലാം എന്ത് ചെയ്യും? എല്ലാ ലെവലും ഇതേപോലെ മാർക്കറ്റ് റിവേഴ്സ് ആവുന്ന ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മളത് വാച്ച് ചെയ്തിരിക്കും. പക്ഷെ ഇതിൽ ഏതൊക്കെയാണ് പ്രോപ്പർ ബൈയിങ്, ഏതൊക്കെയാണ് പ്രോപ്പർ സെല്ലിങ് എന്നുള്ളത് നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇത് കംപ്ലീറ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള എനിക്കറിയില്ല. പക്ഷെ കുറച്ചെങ്കിലും മനസ്സിലായി തുടങ്ങുന്നുണ്ട്. ഈ കുറച്ചെങ്കിലും മനസ്സിലായി തുടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ വീഡിയോസ് ചെയ്യാം. അത് പറയുക, അതനുസരിച്ചിട്ട് ഞാൻ മുന്നോട്ട് വീഡിയോസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അത് കമന്റിലൂടെ പറയാം കേട്ടോ, കമന്റിലൂടെ പറയാം. അപ്പൊ അതനുസരിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അത്രയേ ഉള്ളൂ.